ഹലോ സ്റ്റുഡൻസ്, പ്ലസ് ടു കുട്ടികൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനും അതുപോലെ തന്നെ ചോദിക്കുന്നൊരു കാര്യമാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഡേറ്റ് മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫീഷ്യലി എന്തെങ്കിലും റിപ്പോർട്ട് വന്നിട്ടുണ്ടോ, സർക്കുലർ വന്നിട്ടുണ്ടോ ചോദിക്കുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ നമുക്ക് നോക്കാം. നമുക്കറിയാം ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ റീസെൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മാർച്ച് മന്തിലാണ്. അതായത് മാർച്ചിൽ നമ്മൾ പബ്ലിക് എക്സാം എഴുതുമ്പോൾ, പ്ലസ് ടു പബ്ലിക് എക്സാം എഴുതുമ്പോൾ പ്ലസ് വണ്ണുകാർ എഴുതുന്ന പബ്ലിക് എക്സാമിൻ്റെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പ്ലസ് ടുക്കാർ ഇംപ്രൂവ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്. അപ്പോൾ അതിന് നമുക്കറിയാം കുട്ടികൾ വളരെ വിഷമത്തിലാണെന്നറിയാം. പേഴ്സണലി നമ്മൾ ചോദിക്കുന്ന സമയത്ത് പറയാം, സാറേ ഞങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്ലസ് ടു ആണ് നമ്മുടെ തലയിലുള്ളത്, അതിന് കൂടെ ഇതിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ വരുമ്പോൾ വേണ്ടത്ര പ്രിപ്പറേഷൻ നടത്താൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ അത് വേണ്ട ഇമ്പ്രൂവ് ആകുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് കുട്ടികളെ തീർച്ചയായും നമുക്കറിയാം ഇത് ഒരുമിച്ച് റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. കാരണം ഒരു മോർണിംഗ് സെക്ഷനിൽ എക്സാം നടക്കുന്നു, ആഫ്റ്റർനൂൺ സെക്ഷൻ വേറെ എക്സാം നടക്കുന്നു. അപ്പോൾ തീർച്ചയായും ആ ഇമ്പ്രൂവ്മെൻറ്റ് ശരിക്കും നടക്കുന്നില്ല എന്നുള്ള സത്യം. തീർച്ചയായും നമുക്കറിയാം മന്ത്രിസഭയ്ക്ക് മാറിയതാണ്. ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരുന്നു, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഒക്ടോബറിൽ നടത്താം. നമുക്കറിയാം മുമ്പൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ സെപ്റ്റംബർ മുതലൊക്കെ നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ സെപ്റ്റംബർ മന്ത് നടക്കുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കതൊന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട്, അതൊന്ന് കുറച്ചവിടെ ഫ്രീസ് ചെയ്തുകൊണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി കുറച്ച് സമയമെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സമയം കിട്ടിയായിരുന്നു. അപ്പോൾ അത് നമുക്ക് മാർച്ചിലാകുമ്പോൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ കുട്ടികളുടെ ഒക്കെ ആഗ്രഹം എന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഡേറ്റ് മാറണം എന്നാണ്. ഒഫീഷ്യലി ഇതൊരു ഡോക്യുമെൻ്റ് ആണല്ലോ, ഒഫീഷ്യലി നമുക്കതിൻ്റെ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല, ഒഫീഷ്യലി അതിൻ്റെ സർക്കുലർ വന്നിട്ടില്ല. വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ നേരത്തെ വരും എന്ന് ആഗ്രഹിക്കാം. വരാൻ സാധ്യതയുണ്ട്. അപ്പം ഓൾ ദി ബെസ്റ്റ്.